ഉസ്താദ് പറഞ്ഞു, തങ്ങളെ എന്തേ വിളിച്ചത്? ഞാൻ വിളിച്ചത് ഇന്നോടത്തൊരു പള്ളിയുണ്ട്, അത് AK ഭാഗത്തിന്റെ പള്ളിയാണ്, അതൊരു അറബി ഞാൻ ബന്ധപ്പെട്ടുണ്ടാക്കിയ പള്ളിയാണ്. എന്നിട്ട് എന്ത് വേണം? ആ അറബി അതിന്റെ ഉദ്ഘാടനത്തിൽ വരുന്നത് ഉസ്താദെ, അയാൾക്ക് 3 നിയമമുണ്ട്. ആ നിയമങ്ങൾ 3 ഉസ്താദ് നിങ്ങളെ കോളേജിലാണ്. അതുകൊണ്ട് അറബിയിൽ ഉസ്താദ് ഒന്ന് സ്വീകരിച്ചിട്ട് മർക്കത്തിലൊന്ന് കൊണ്ടുവന്ന് നിർത്തുവോ? നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞേക്ക് അറബിയുണ്ട് പോലും, അതുവരെ ഉസ്താദ് ഒന്ന് നോക്കുവോ? ആയിക്കോട്ടെ തങ്ങളെ, ഇങ്ങോട്ട് വിട്ടോളി, ഞാൻ എനിക്കെന്താ പ്രശ്നം, അള്ളാന്റെ പള്ളിയല്ലേ, ഞാൻ ചെയ്തോട്ടോ. ഇങ്ങനെ പറയോ ഹബീബന്മാരെ? മറുഗ്രൂപ്പിൽ ദുന്യാവിലോട്ട് തോന്നാ പറയും എങ്ങനെ? ഇങ്ങോട്ട് വിട്ടോളി തങ്ങളെ. അറബിയൊക്കെ ഫുഡ് മർക്കത്ത് കൊടുക്കേണ്ടി വരും. അത് തങ്ങൾ കൂടി ചേർത്തിട്ടില്ല, ഞാൻ ചേർക്കാൻ നിൽക്കാൻ പോയി. അറബിക്കൊക്കെ ഫുഡ് പെടാന്റെ ഈ മത്തി പൊളിച്ചതൊന്നും അത് പറ്റൂല. അറബിക്ക് അത് ഉണ്ടാക്കാൻ പറ്റിയ പണ്ടാരി എന്റെ അടുത്തുണ്ടാവില്ല. ഒക്കെ മർക്കത്തിലുണ്ട്, എല്ലാം ഉണ്ടാവട്ടെ. അത് ദുന്യാവും ആഹ്റത്തിന്റെ ഉള്ളിലുണ്ട്. അപ്പോ അത് തങ്ങൾ കൂടി ചേർത്തില്ല, നമുക്ക് ഉറപ്പല്ലേ. അത് ബുദ്ധിയുള്ളവർക്ക് തീരുമല്ലോ, നിശ്ചയിക്കും തന്നെ ഒന്ന് വേണമെന്ന് ഉറപ്പല്ലേ. എന്നാൽ രാജ്യങ്ങളിൽ താമസിപ്പിക്കുക എന്ന് തിന്നാൻ കൊടുക്കണമെന്ന് ഉറപ്പല്ലേ. എല്ലാ മനുഷ്യരും അറബി അവിടെ നിൽക്കുമോ? തിന്നാൻ കിട്ടാതെ നിശ്ചയിച്ചിരിക്കാനും വേണ്ടിയില്ല. അത് ജമ്മാക്കാൻ നിൽക്കാൻ ഭക്ഷണം ജമ്മാക്കാൻ വയ്ക്കുമോ? കഴിയൂല. അപ്പൊ നല്ല ഫുഡും കൊടുക്കണം ഉസ്താദെ, അതിന് നിങ്ങളല്ലാതെ ഇല്ല എന്നാണ് തങ്ങൾ പറയുന്നത്. അർത്ഥം വറാപ്പോ അറബി വേറെ നിങ്ങോട്ട് വിട്ടുകൂടി, ഞാൻ സ്വീകരിച്ചോളാം, ഒക്കെ ചെയ്തോളാം. ഉസ്താദെ നിങ്ങളെ ഉദ്ഘാടനത്തിന് വിളിച്ചു കേട്ടോ. അമ്മോ ഇന്നെ വിളിക്കേണ്ട തങ്ങളെ, ഞാൻ അതൊന്നൊരു പ്രശ്നമല്ല, നിങ്ങളിട്ട് വിട്ടുകൂടിയാണ്. അപ്പൊ ഉസ്താദിനെ സ്വീകരിച്ചു കൊടുന്ന് അറബിയുടെ അടുത്ത് കരിപ്പൂരി ചെന്ന് അറബി ഉസ്താദിന് 3 കണ്ടേക്കാണ്. പരിചയമില്ലെങ്കിലും പരിചയമായിരുന്നല്ലോ ഉസ്താദിന്റെ സ്വഭാവം. ഒരു പരിചയമില്ലാത്ത മനുഷ്യരും ഈ ഉസ്താദ് ഇന്നമായ എല്ലാവരും പറയല്ലോ, ഇന്ന ഉസ്താദ് അജർലത്ത് മുഖ്യമായിരുന്നു ഉസ്താദിന്റെ കയ്യിട്ടേല്. അജർലത്ത് മുഖ്യ ആചരണയോട് ചോദിച്ചു നോക്കി, എന്തേനാവും എനിക്ക് 5 മിനിറ്റ് കിട്ടിയിരിക്കണമെന്ന് ഓരോരുത്തർ പറയും. എനിക്ക് 5 മിനിറ്റ്, അള്ളാഹു എനിക്ക് ഭയങ്കര നിയമത്തത്, ഞാൻ 5 മിനിറ്റ് മുത്തി ഉസ്താദെ മുത്തിയൊരു വിടണ്ട. അവർ പറയും അരിയിലൊരു 5 മിനിറ്റ് കിട്ടിയില്ലേ? അങ്ങനെയാണ് അള്ളാഹുത്തെ അങ്ങനെ ചെന്ന വാദിയാണ് AP ഉസ്താദ്. AP ഉസ്താദിന്റെ കൈ കിട്ടിയാലും എന്തോ ഒരു പെരുമാറ്റം. ഞാൻ ഉസ്താദ് ഇഷ്ടപ്പെട്ട സഖാഫിയാണെന്ന് എനിക്ക് മനസ്സിലാണെന്ന് ഓരോ സഖാഫിക്കും തോന്നും. എനിക്കും തോന്നുന്നു, എനിക്ക് അച്ഛനുകളെ കൂട്ടത്തിൽ എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് ഉസ്താദിനെ. എനിക്ക് തോന്നിക്കുന്നത് പലപ്പോഴും. അങ്ങനെയല്ല എല്ലാവരോടും അങ്ങനെ. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തിന്റെ ഒരു ഖിലാഫത്താണ്. ഖലീഫയാണ് ഉസ്താദിന്റെ. ഉസ്താദിനോട് ചെറിയൊരു വെറുപ്പല്ല, ഒരു ചെറിയൊരു അഭിപ്രായം ഉസ്താദിന്റെ വിഷയത്തിൽ, ഉസ്താദിന്റെ അഭിപ്രായത്തിന് എതിരിൽ ഒരു ചെറിയ അഭിപ്രായമുള്ള ഒരു വലിയ പണ്ഡിതൻ, ഒരു വലിയ മനുഷ്യൻ. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഉസ്താദിനോടൊന്നും എതിർപ്പല്ല, ചെറിയ അകൽച്ച വന്നുപോയ ഒരാൾ. അയാൾ ഉസ്താദിന്റെ ഒരു ചെറിയ ശിഷ്യനുമാണ്. അയാൾ എന്നോട് പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നോട് ഒരു ഹദീസ് ഓതി. ഏതാണ് ഹദീസ്? മാ ഫളുല അബൂബക്കർ അലൈക്കും ബികസീരി സ്വലാത്തി വലാ സിയാം വലാകിൻ ബിഅംദിൻ വഖറ ഫീ ഖൽബിഹി ഔ ഉഖ്തിറ ഫീ ഖൽബിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞ വാക്കാണ്. പക്ഷേ ആ വാക്ക് ഈ പണ്ഡിതനോട് ഒരിക്കലും തന്നെ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്, വിശുദ്ധ ഖുർആനിന്റെ വാക്കൊക്കെ ജാമിയാണ്, എല്ലാ വിഷയവും ഉൾക്കൊള്ളുന്നതാണ്. അദ്ദേഹം പറയാണ്, എന്നോട് റസൂൽ ഓതി തന്ന ഹദീസ് ഇതാണ്: അബൂബക്കർ നിങ്ങളെക്കാൾ ഉയർന്നത് കുറെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടുമല്ല, തന്റെ ഹൃദയം അല്ലാഹു പ്രത്യേകമായി മാനിച്ച ഹൃദയമാണ്, അല്ലാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞു. AP ഉസ്താദിനോടിന്റെ അഭിപ്രായത്തോട് ഒരു ചെറിയ അകൽച്ച സൃഷ്ടിച്ച ഒരു പണ്ഡിതനോട് റസൂൽ ഓതി കൊടുക്കുന്ന ഹദീസിന് എന്തർത്ഥം പറയുന്ന സഹോദരന്മാരെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയല്ല പറയുന്നത്. റസൂലുള്ളാഹിന്റെ കാലത്ത് സിദ്ദീഖ് തങ്ങളെ പറ്റി പറഞ്ഞ ഹദീസാണെങ്കിലും ഇന്നുള്ള ആ പണ്ഡിതനോട് ഈ ഹദീസ് മാത്രം റസൂൽ ഓതി കൊടുത്താൽ, അബൂബക്കർ എന്ന് പറഞ്ഞാൽ AP എന്ന് പറയുന്ന അബൂബക്കർ ഉണ്ടല്ലോ, അത് നിങ്ങളെക്കാണൊക്കെ വളർന്നത് ഹൃദയത്തിന്റെ ശുദ്ധി കൊണ്ടും ഹൃദയത്തിന്റെ വളർച്ച കൊണ്ടുമാണ്. അവരോട് നിങ്ങൾ എതിരിൽ നിൽക്കരുത് എന്നാണ് പറയുന്നത്. വലിയ മനുഷ്യനാ. അറബിന്റെ കയ്യും പിടിച്ചിട്ട് മർക്കത്തിൽ കൊണ്ടിട്ട് അറബി അവിടെ നിന്ന് 5 ദിവസം നിസ്കരിക്കാൻ പോയി. ഞാൻ പറഞ്ഞില്ല, ആ നിസ്കാരത്തിൽ പങ്കെടുത്താൽ തന്നെ എല്ലാ ദിവസവും പോക്കപ്പെടും. അറബി അവിടുന്ന് പോയി ഉസ്താദിന്റെ AC റൂമിൽ നിൽക്കും, ഉസ്താദിനെ കാണും, ഉസ്താദിന്റെ നടത്തുന്ന ഇരുത്തൊക്കെ കാണും. സുബ്ഹാനല്ലാഹ്. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ആരെയും കണ്ടുക്കണോ? ഒരാളെ വണ്ടിയിൽ വന്നിറങ്ങി, ആരോ വണ്ടിയുടെ പേര് കുട്ടിയാകും കിട്ടും, ആ വണ്ടിന്റെ വണ്ടിയാണ്. ആരാ ഇറങ്ങിയത്? AC ഉസ്താദ്. ഒരു 10 എണ്ണം കണ്ടാൽ മടി തീരൂലെ. എന്നാൽ സഖാഫികളോട് ചോദിച്ചു നോക്കി, എപ്പോ ഉസ്താദ് വണ്ടിയിൽ കയറുന്നോ ഇച്ചിരി പോയി നോക്കാം, എപ്പോ ഇറങ്ങുന്നോ പോയി നോക്കാം.
തീരുന്നില്ല. ഇവാണ്ട് ഈ സദസ്സിലുള്ള ഓരോരുത്തരും ആരെന്താ AP ഉസ്താദിന്റെ തയ്യാറങ്ങൾ വന്നിട്ടുള്ളത് കേട്ടാ ഇവിടെ ഇല്ല വർത്താൻ പറയുന്നത് ആരെങ്കിലും ഇതൊക്കെ മണ്ടു കാണാത്തവരാ എന്നെ എന്താണോ നാളെ പകരം വരുന്ന കേട്ട എല്ലാവരും ആടുപോകും, മറ്റന്നാൾ താഴെ ആടുപോയില്ല. ഇങ്ങനെ അല്ലാഹു തആല എന്നും 16കാരനായി എന്നും പുതുമയായി. അത് കറാമത്താണ്, അത് കറാമത്താണ്. ഒന്നല്ല രണ്ടല്ല 100 അല്ല 200 പ്രാവശ്യം AP ഉസ്താദിന്റെ സ്വരങ്ങൾ കേട്ടവരും സദസ്സിൽ പങ്കെടുത്തവരുമാണ് ഈ സദസ്സിൽ ഇരിക്കുന്നത്. അവർക്ക് ഇന്ന് AP ഉസ്താദിന്റെ സദസ്സിൽ വരുന്നുണ്ടെന്ന് കേട്ടാൽ എങ്ങനെങ്കിലും ടൈമിൽ അവിടെ പോകാൻ ആഗ്രഹമാണ്. മറ്റുള്ളവരുടെ പ്രസംഗോ ഉസ്താദിന്റെ പ്രസംഗോ വളരെ വ്യത്യാസമുണ്ട്. പ്രസംഗത്തിലെ ഗാംഭീര്യമൊന്നുമല്ല അതിന്റെ കാരണം. അല്ലാഹു സ്വീകരിച്ചു, കബൂൽ കൊടുത്തു. മലായികത്ത് സ്വീകരിച്ച് അല്ലാഹു ഒരാളെ സ്വീകരിച്ചാൽ മലക്കുകളോട് അതിന്റെ കാര്യം പറയും. പിന്നെ ഭൂമിയിൽ ആ വ്യക്തിക്ക് എല്ലാവരുടെ മനസ്സിലും സ്വീകാര്യം കിട്ടും. അറബി മർക്കത്തിലൊക്കെ നടന്ന ഉദ്ഘാടനത്തിന് ആ മഹല്ലത്തേര് വന്ന് ആ പിന്നെ മുണ്ടിക്കണ്ടായ മാതിരിയൊക്കെ ഒന്ന് കൊണ്ടുപോയി എല്ലൊക്കെ വന്നു പോയി കുടുങ്ങി മണ്ടിയിലെ പോയി ഒരു പോയി. അങ്ങനെ ഉദ്ഘാടനത്തിന് അന്ന് അറബിക്ക് AP ഉദ്ഘാടനത്തിന് കുടുങ്ങിയില്ലേ. സുബ്ഹാനല്ലാഹ്, AP ഉസ്താദ് ചെയ്യോ ചെയ്യില്ല. ഇവരാകെ ബേജാറായി AP എങ്ങാനും പരിപാടിക്കെന്നാ പോയില്ലേ കുടുങ്ങിപ്പോയി, സംഗതി പോയി, ആകെ എരപ്പായി. നീ പറഞ്ഞിട്ട് കാര്യമില്ല, നീ രാജിക്കണം. മലപ്പുറത്ത് കണ്ണിയത്ത് സ്ഥാനം കൊടുത്തിട്ട് മലപ്പുറത്ത് തന്നെ എന്തുകൊണ്ട് ഏതായാലും മലപ്പുറം ജില്ലയിലാണ് പിന്നെ കണ്ണിസ്ഥാനം കൊടുത്തിട്ട് എവിടെ AP അപ്പോ എവിടെ കൊണ്ടുവരില്ല മലപ്പുറം ജില്ല തന്നെയല്ലേ. ആ പിന്നെ കണ്ണിയത്ത് പറയണേ AP എവിടെ, അപ്പോ തന്നെ സ്പീക്കർ ഓഫായി പോയി. കണ്ടോ ഔലിയാക്കളൊക്കെ അങ്ങനെയല്ലേ. അപ്പൊ കാന്തപുരം AP ശേഖബുക്കറുമാണ് ഒരു കാരണത്തിന് ഉസ്താദ് ഇതൊക്കെ പറഞ്ഞിട്ട് അറബിനോട് ഗ്രൂപ്പിൽ നിന്നും വരാൻ പറ്റില്ല. അവർക്ക് വിഷയമൊന്നും പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പൊ ഉസ്താദ് തന്നെ ഒഴിവായി. ഉസ്താദ് അങ്ങനെയാണല്ലോ, ഒരു കട്ടർ ആ മനുഷ്യനാ ഇഷ്ടപ്പെടാത്ത മനുഷ്യനാ. നിങ്ങൾ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാ ആളുകളോടും ഉസ്താദ് ഇഷ്ടമാനോടും പറഞ്ഞതാ. നിങ്ങൾ തീവ്രതായിട്ട് നാട്ടിൽ പോയിട്ട് വിത്തനം ഉണ്ടാക്കരുത്. എല്ലാവരോടും ബഹുമാനിച്ച് പെരുമാറുന്ന ഉസ്താദിന്റെ ഉപദേശം. അങ്ങനെ ഉസ്താദ് പോയില്ല. ഉദ്ഘാടനം അറബി ചെയ്തു പോകുന്നു. അൽഹംദുലില്ലാ അറബിനെ കയറ്റിയാക്കി ഉസ്താദിനെ അയച്ച് സന്തോഷമായി. എന്തുണ്ടായി? അറബി അന്നത്തെ പ്രസംഗത്ത് പറഞ്ഞ് ഈ പള്ളിയുടെ പരിപാലന പരിപാടി മുഴുവനും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു മാസത്തിൽ വരുന്ന ഹത്തീബും മുക്കരിയും വെള്ളം മണ്ണും കരണ്ട് ഒറ്റ ചെലവിന്റെ തന്നെയാണ്. കമ്മിറ്റിക്കാർക്ക് അൽഹംദുലില്ലാ. പിറ്റത്തെ മാസം പൈസ വേണം. അതിന് തങ്ങൾക്ക് വിളിച്ചു തങ്ങളെ അറബിനോട് പൈസ തരാൻ പറയും. കത്തീബിന് നല്ലൊരു കത്തീബ് കൊണ്ട് അയാൾക്ക് 5000 റുപ്യ 6000 റുപ്യ പറഞ്ഞ് ഇങ്ങോട്ട് വരി നിർത്തിയിട്ട് അറബി കൊടുക്കുന്ന കൈയല്ലേ, ഒരു പ്രശ്നമല്ലല്ലോ ഇത്രയും കൊടുക്കാനും. അങ്ങനെ നിർത്തിയിട്ടുണ്ട്. മുക്കരിയുണ്ട്, അതേമാതിരി നല്ലൊരു മുക്കരിയും വെച്ച്. പിന്നെ ഇഷ്ടംപോലെ നല്ല അതുകൊണ്ട് ആ കട്ടുള്ള പരവ എന്തുണ്ടല്ലോ അത് ആ എഞ്ചിനൊക്കെ എല്ലാ ദിവസവും അതൊക്കെ നടത്താൻ വൃത്തിയാക്കാൻ കായ് അറബി വരുമല്ലോ. ഇത്ര ഉറുപ്പുണ്ട് ബില്ല് അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ തങ്ങൾ എന്നിട്ട് തങ്ങളിനോട് പറഞ്ഞതാ, ഞാൻ അറബിനോട് പറഞ്ഞു പിന്നെ പൈസ അല്ല ഇങ്ങനെ പൈസ വേണം. ശൈഖ് അബൂബക്കറിന്റെ കയ്യിലൂടെ അല്ലാതെ ഞാൻ പൈസ തരൂല. സുബ്ഹാനല്ലാഹ്. തങ്ങൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും തമ്പുരാനെ കുടുങ്ങിയെന്ന്. ശൈഖ് അബൂബക്കർ പറയുന്നത് എന്നോട്, അയാളൊരു അമീനാണ്, വിശ്വസ്തനാണ്, മൂപ്പര മുഖേന ഞാൻ പൈസ കൊടുത്താലേ മട്ടത്തിലാവുള്ളൂ. എനിക്കത് മനസ്സിലേക്കുന്ന അറബി പറയും. കുടുങ്ങിയല്ലോ റബ്ബേ, എന്ത് ചെയ്യുന്നു. ഏതായാലും വല്ല തങ്ങൾ നാട്ടിൽ പോകും. ഉസ്താദ് പൈസ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കമ്മിറ്റിക്കാർ വന്നിട്ട് ഉസ്താദിനോട് വന്നിട്ട് കാര്യത്തിന് കൈതക്കാലം പിടിക്കാന്ന് പറഞ്ഞ മാതിരി വന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു ഞാൻ പൈസ വാങ്ങി തന്നെ നിയമം, ഖത്തീബ് ഞാൻ തരുന്ന ആള്, മുക്കിൽ നിങ്ങൾ വെക്കുന്ന ആള്. അങ്ങനെ തന്നെ പറയാം. ദീനിനെ ബോധമുള്ളവരെ പറയാം. ഒരു സുന്നീതം പറയില്ല ഈ കൗമിന്റെ ഖത്തീബന്മാർ ഒന്നും പറയില്ല. ഒരു നാട്ടിലെ സുന്നീതം പറയില്ല. ഏതാ ആചാര്യന്റെ അതിനെപ്പിച്ചോണ്ട് പറയും. സുന്നി പറയാം, മുക്കിരി ഏതാണ് സുന്നി പറയണ്ട. നോക്കുമ്പോൾ എല്ലാ മുക്കിരി ഒന്നല്ലേ പറയും. മുക്രിയാളെ കളിയാക്കല്ലോ പരിഹസിക്കില്ല. ഖത്തീബ് ദീൻ പറയുന്നവനാണ്. എല്ലാത്തോരും പൈസ കൊടുത്ത ഏബിസ്ഥാനം അമ്മ ജോലി ചെയ്യും, അതാ പറയുന്നത്. അല്ലാതെ ഗ്രൂപ്പ് ഉണ്ടാക്കിയല്ലേ. സുന്നി പറഞ്ഞാൽ എല്ലാത്തോരും ഖത്തീബാക്കാൻ പറ്റും, ചെവി പിടിച്ച് പറഞ്ഞു. അപ്പോ അത് പറഞ്ഞ് അത് പറ്റൂല, നിങ്ങൾ ഖത്തീബ് വെച്ചാൽ നമുക്ക് എന്തെത്താനുള്ളത്. ഉസ്താദ് നല്ലൊരു സഖാഫിനായിട്ട് കൊടുക്കും, അതാണ്ടായാലേ അത് പോയിട്ട് സുന്നിയായിട്ട് പറയും. അതോടുകൂടെ അത് സുന്നിയാവും അവിടെ ഉണ്ടായിട്ട്. പിന്നെ അത് പറഞ്ഞ കാര്യം ഉണ്ടാവില്ല. അവസാനം തങ്ങൾ വന്നപ്പോൾ തങ്ങളും കമ്മിറ്റിക്കാരെ കൂടി ഉസ്താദിന്റെ മർക്കസിൽ ചെന്നു. തങ്ങൾ പറയാണ്, ഞാൻ പറഞ്ഞു AP എന്താ നിങ്ങൾ പൈസ വാങ്ങിച്ച് കൊടുക്കാത്തത്. അപ്പൊ തന്നെ AP സാർ പറഞ്ഞു,
തങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ പൈസ വാങ്ങിയിട്ട് പൈസ കൊടുക്കാതിരിക്കും. ഞാൻ 5 കാശ് അറബിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഞാൻ ഇവരോട് പറഞ്ഞത് ഞാൻ അറബിയോട് പൈസ വാങ്ങി തരണമെങ്കിൽ ഞാൻ പറയുന്ന ഖത്തീബിനെ വെക്കണം, മുക്രി എനിക്ക് കിട്ടുള്ളത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ 5 കാശ് വാങ്ങിയിട്ടില്ല. എന്തുണ്ടായി? അവര് ഈ അറബിന്റെ കാശ് വേണ്ടാന്ന് വെച്ച്. അങ്ങനെയാണല്ലോ. വിഷയം നടക്കില്ലല്ലോ വേണ്ടത്. AP ബന്ധപ്പെട്ടുകൂടാ. അറബി 5 കാശ് തന്നെ കൊടുത്തിട്ടില്ല. ഇടക്കിടക്ക് അറബി മർക്കസിൽ വരും പോവും. അൽഹംദുലില്ലാ, അതും AP സാഹിബ് ബഹുമാനപ്പെട്ട